എല്ലാവർക്കും പൂക്കുടിയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് കസ്തൂരി മഞ്ഞളിന്റെ പൂവ്. ഇപ്രാവശ്യം പൂക്കുടയിലേക്ക് വന്ന ഒരു ടാസ്ക് ആണ് കസ്തൂരി മഞ്ഞളിന്റെ പൂവ് ഉണ്ടാക്കണം എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വരണം എന്ന് പറഞ്ഞ് ഈ മഞ്ഞ പൂവൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെയാണോ, ശരിയായോ, കളർ കോമ്പിനേഷൻ ഒക്കെ ശരിയായോ എന്നത് തീർച്ചയായും കമന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ തന്നിരിക്കുന്ന എല്ലാ കമന്റുകളും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ പൂക്കളും ഞാൻ ഓരോ വീഡിയോയിലായി കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ കമന്റ് തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കമന്റ് ചെയ്തിരിക്കണം. ഇതൊരു വലിയ ടാസ്ക് ആയിരുന്നെങ്കിലും എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് അനുസരിച്ചുള്ള പൂക്കളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾ ആവശ്യപ്പെട്ട ഒരുപാട് പൂക്കൾ ചെയ്യാനുണ്ട്. തീർച്ചയായും ഓരോന്നായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ 2 നിറത്തിലെ ക്രേ പേപ്പറുകളാണ് ഞാൻ മെയിനായിട്ട് ഈ പൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ നിറത്തിന് വേണ്ടി പിങ്ക് നിറത്തിലുള്ളൊരു ഫാബ്രിക് പെയിൻറ് കൂടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കളർ ചെയ്യുന്നതിന് എളുപ്പം ആകുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളവുമായിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ആ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഒരു 2-3 തുള്ളി ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്ത ശേഷം ആ ചെറിയ പീസ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് ഉണക്കിയെടുത്തു. അങ്ങനെയാണ് ഞാൻ ഈ ഓരോ പെറ്റൽസും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളർ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ പെറ്റൽ ഒരു 2 ഗ്രൂപ്പായിട്ടാണ് അതിൻ്റെ പെറ്റൽസ് ഇരിക്കുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഗ്രീൻ കളറാണ്. അതിന് വേണ്ടി ഞാൻ ഫുഡ് കളർ ഗ്രീനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് കളർ എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ അത് 2 ഇഞ്ച് നീളത്തിലാണ് എടുത്തത് എങ്കിൽ ഇത് 2 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളവുമായിരുന്നുവെങ്കിൽ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറിന് എടുത്തിട്ടുള്ളത് 3 ഇഞ്ച് നീളവും 1.5-1.25 ഇഞ്ച് വീതിയുമായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പച്ച നിറത്തിലെ പെറ്റൽസ് കുറച്ചുകൂടെ ചെറുതായിരിക്കും. അത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആദ്യം ഈ പിങ്ക് നിറത്തിലെ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഓരോ പീസും എടുത്ത് ഇങ്ങനെ നെടുകെ ഒന്ന് മടക്കിയ ശേഷം നമ്മൾ സാധാരണ പൂവിൻ്റെ ഇതൾ കട്ട് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് നീളത്തിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിനെ ഇങ്ങനെ മധ്യഭാഗത്തൊന്ന് പിടിച്ചൊന്ന് കുഴിച്ചൊന്ന് വലിച്ചു കൊടുത്താൽ മതി. വലിച്ച ശേഷം അതിൻ്റെ മുകൾ വശവും കൂടി ചെറുതായി ഒന്ന് ഇതുപോലെ ഒതുക്കി പിടിച്ചൊന്ന് പുറകിലേക്കൊന്ന് വളച്ച് വലിക്കാം. വലിച്ച് ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് വിടർത്തിയെടുക്കാം. ഇതുപോലെ ആദ്യം തന്നെ കുറച്ചധികം പെറ്റൽസ് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ പൂക്കൾ ഓരോന്നായി ഈ പെറ്റൽസ് ഓരോന്നായി നമുക്ക് ഒരു കമ്പിലേക്ക് ഉറപ്പിക്കാം. അതിനു മുൻപ് നമുക്ക് ആ പൂവിൻ്റെ ഉള്ളിലൊരു മഞ്ഞ പൂവ് കൂടിയുണ്ട്. ആ പൂവ് കൂടി ഒന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്
ഇതുപോലെ നമുക്ക് 3 പെറ്റൽസ് ആദ്യം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നൂല് കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കാം. നൂല് കൊണ്ട് ചുറ്റുമ്പോൾ ഈ നമ്മൾ ഒട്ടിച്ച് വെച്ച ആ പെറ്റൽസ് ചെറുതായി ഒന്ന് വിടർന്നു വരും. അങ്ങനെ വിടർന്നു വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ നൂല് ചുറ്റി കൊടുക്കുന്നത്. ഓരോ ലെയറും വയ്ക്കുമ്പോൾ നമുക്ക് അതിനോടൊപ്പം ഒക്കെ തന്നെ ഈ നൂല് കൊണ്ട് ചുറ്റി കൊടുക്കണം. സ്റ്റെപ്പായിട്ട് ഫുൾ പെറ്റൽസ് വെച്ച് കഴിയുന്നത് വരെയും ഓരോ ലെയറിനും നമ്മൾ ഈ നൂല് കൊണ്ട് ചുറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 3 പെറ്റൽസ് വെച്ച് കൊടുത്തു. ഇനി രണ്ടാമത്തെ ലെയർ നമുക്ക് 4 എണ്ണം വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 5 പെറ്റൽസും വെച്ച് കൊടുത്ത് അവസാനിപ്പിക്കാം. അടുത്ത ലെയർ പെറ്റൽസ് വയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ വെച്ചതിനേക്കാളും കുറച്ചുകൂടി താഴ്ത്തി വെച്ച് കൊടുക്കുക. ഇനി ഇപ്പോൾ 4 പെറ്റൽസാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 4 പെറ്റലും നേരത്തെ വെച്ച 3 പെറ്റൽസിനേക്കാളും താഴേക്കാക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിന് ശേഷം ഇതും നമുക്ക് നൂല് കൊണ്ട് ചുറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ആദ്യം നമ്മൾ ഇതുപോലെ 2 എണ്ണം വെച്ച് കൊടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് 3 പെറ്റൽസ് വെച്ച് കൊടുത്തു. മൂന്നാമത്തെ സ്റ്റെപ്പായി 4 എണ്ണം വെച്ച് കൊടുത്തു. ഇനി ദേ ഈ 5 പെറ്റൽസ് കൂടി നമുക്കിതിലേക്ക് വെച്ചെടുക്കാം. പച്ച നിറത്തിലെ പെറ്റൽ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു 1.5 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളവും മതിയാവും. ചെറിയ പെറ്റലാണ് പച്ച നിറത്തിലെ പെറ്റൽസ് ഓരോന്നും. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചെറിയ പെറ്റൽസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിങ്ക് പെറ്റൽസിനേക്കാളും ചെറുതായിരിക്കും ഗ്രീൻ പെറ്റൽസ്. അതും നേരത്തെയുള്ള പെറ്റൽസ് ചെയ്തതുപോലെ തന്നെ മദ്യം ഒന്ന് കുഴിച്ച് 2 സൈഡിലേക്ക് വലിച്ച ശേഷം നമുക്കിതിൻ്റെ ഉള്ളിൽ മഞ്ഞ പൂ വയ്ക്കാനുള്ളതാണ്. അതിനുശേഷം ഇതിൻ്റെ ചുവട്ടിലേക്ക് സ്റ്റെപ്പായിട്ട് താഴേക്ക് വെച്ച് കൊടുക്കണം. റൗണ്ട് ചെയ്ത് 3-4 പെറ്റൽസ് ആദ്യം വയ്ക്കുക. അതിനുശേഷം അതിന് താഴേക്ക് സ്റ്റെപ്പായിട്ട് നമുക്ക് വെച്ച് പോവാം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ മഞ്ഞ പൂക്കൾ ഓരോന്നായി ഈ ഗ്രീൻ പെറ്റൽസിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഫെവിക്കോൾ പുരട്ടി പതിയെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച ശേഷം ചെറുതായി ഒന്ന് പ്രസ് ചെയ്താൽ പിന്നെ അവിടെ ഒട്ടിയിരുന്നോളും, പിന്നെ അത് പോകില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പച്ച ഇലകളുടെയും ഇടയ്ക്ക് മഞ്ഞപ്പൂക്കൾ വെച്ച് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൂവ് റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് ഇലയൊക്കെ വെച്ച് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടല്ലോ കസ്തൂരി മഞ്ഞളിൻ്റെ പൂവ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന്. ഇനിയും നിങ്ങൾ ആവശ്യപ്പെടുന്ന മനോഹരമായ മറ്റൊരു പൂവുമായി ഞാൻ വരാം. അതുവരേക്കും ബൈ.